Subhash Chandra Bose and the Indian National Army. നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഐഡിയ ആയിരുന്നു അത് INA ഇന്റർനാഷണൽ ആർമി. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. Subhash Chandra Bose believed that India's independence was not the charity of British but was to be achieved through struggles. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് വിശ്വസിച്ചിരുന്നത് എന്തായിരുന്നു, നമ്മുടെ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അത് ഒരിക്കലും ഔദാര്യമായിട്ട് നമ്മുടെ ബ്രിട്ടീഷിന്റെ ഔദാര്യമല്ല, ഇത് നമ്മുടെ അവകാശമാണ്, നമ്മൾ അത് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ പോരാടി നേടിയെടുക്കേണ്ടത് ആണ് എന്നുള്ള കാര്യമാണ് സുഭാഷ് ചന്ദ്രബോസ് വിശ്വസിച്ചിരുന്നത്. Through his famous proclamation, "Give me blood and I will give you freedom." അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞിരുന്നതാണ്, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന്. ഇത് ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഉള്ള ആ ഒരു സമരത്തിൽ ജനങ്ങളോട് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങളോട് പറഞ്ഞ ആ ഒരു ഡയലോഗാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊക്ലമേഷൻ ആയിരുന്നു "ഗീവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗീവ് യു ദ ഫ്രീഡം." അതായത് അതിനെ ഫൈറ്റ് ചെയ്യാൻ എന്നാണ്, ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. So, Subhash Chandra Bose urged the people to fight against the British. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഫൈറ്റില് പറഞ്ഞതാണ്. He took over the leadership of the Indian National Army, INA, founded by Rash Bihari Bose. അപ്പോൾ റാഷ് ബിഹാരി ബോസ് നടത്തിയിരുന്ന അല്ലെ ഇന്റർനാഷണൽ ആർമി എന്ന് പറയുന്നതിന്റെ ഈ ഒരു അതുകൊണ്ടുള്ള ലീഡർഷിപ്പ് സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. ദ അൾട്ടിമേറ്റ് എയിം ഓഫ് INA വാസ് ദ ലിബറേഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയുടെ മോചനം, ലിബറേഷൻ മീൻസ് മോചനം, ഇന്ത്യയുടെ ഇതിൽ നിന്നുള്ള മോചനമായിരുന്നു നമ്മുടെ ഇതുകൊണ്ട് ലക്ഷ്യമാക്കിയിരുന്നത്. ഓവർ ദ ആസാദ് ഹിന്ദ് റേഡിയോ, സുഭാഷ് ചന്ദ്രബോസ് അഡ്രസ്ഡ് മഹാത്മാ ഗാന്ധി, "India's last war of independence has begun. Father of our nation, in this holy war of India's liberation, we ask for your blessing and good wishes." അപ്പോൾ നമ്മുടെ ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് ഇങ്ങനെ പറയുകയുണ്ടായി, ഇന്ത്യയുടെ അവസാനത്തെ അല്ലെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രപിതാവെ ഈ ഒരു മോചനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ലിബറേഷൻ, ഇന്ത്യയുടെ ലിബറേഷനിലത്തേക്ക് വേണ്ടിയിട്ട് നമ്മള് ഈ ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഹോളി വാർ, വിശുദ്ധ യുദ്ധത്തില് അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയാലും എന്ന് ഒരു അനുഗ്രഹവും കൂടെ വാങ്ങിച്ചിട്ടാണ് പുള്ളിക്കാരൻ നിന്നത്. ഗാന്ധിജി ഡിസ്ക്രൈബ് സുഭാഷ് ചന്ദ്ര ബോസ് ആസ് നേതാജി. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഗാന്ധിജി നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെ പറഞ്ഞിരുന്നത് നേതാജി എന്ന് ആയിരുന്നു. The slogan "Jai Hind" is the contribution of Subhash Chandra Bose. അപ്പോൾ ജയ് ഹിന്ദ് എന്ന് പറയുന്ന സ്ലോഗൻ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെത് ആയിരുന്നു. അപ്പൊ ഇതിൽ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ജയ് ഹിന്ദ് ആ സ്ലോഗൻ ആരുടേത്? ഇപ്പൊ INA ഫൗണ്ടർ ആരാ, പിന്നെ അത് കഴിഞ്ഞ ലീഡർഷിപ്പ് ആര് ഏറ്റെടുത്തു? സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. എന്നിട്ട് ആ ഗാന്ധിജിയോട് നമ്മുടെ പറഞ്ഞ ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ ഗാന്ധിജിയോട് പറഞ്ഞ ആ വാക്ക്, അത്രയും നിങ്ങളൊന്ന് പഠിച്ചാൽ മതിയാവും. ഇതില് അതില് എന്താ ഡൗട്ട് ഉണ്ടോ? ഈ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്ടിമേറ്റ് എന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവൽ, അതായത് നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയത്തില്ലേ, അതാണ്. അപ്പൊ ഒരേ ഒരു അത് അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം, അതുപോലെയാണ്. INA ആൻഡ് കേരളൈറ്റ്സ്. അപ്പൊ INAയും കേരളൈറ്റ് അല്ലെ കേരളത്തിലുള്ള ആൾക്കാർ. ക്യാപ്റ്റൻ ലക്ഷ്മി, എ കേരളൈറ്റ്, വാസ് ദ ലീഡർ ഓഫ് ദ വുമൻസ് വിങ് ഓഫ് INA. അപ്പൊ INAയുടെ വുമൻസ് വിങ്ങിന്റെ ലീഡർ ആയിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന് പറയുന്നത്. വൈക്കം അബ്ദുൽ ഖാദർ വാസ് അനദർ കേരളൈറ്റ് ഹു ജോയിൻഡ് INA, ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഐഡിയാസ് ഓഫ് സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ ഐഡിയാസില് പുള്ളിക്കാരെ ഇൻഫ്ലുവൻസ് ആയിട്ട് അല്ലെങ്കിൽ ഐഡിയാസ് ഇഷ്ടപ്പെട്ടിട്ട് ജോയിൻ ചെയ്ത ഒരാളാണ് നമ്മുടെ ആരാ? വക്കം അബ്ദുൽ ഖാദർ. അപ്പൊ വക്കം അബ്ദുൽ ഖാദർ ഇത്
ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ ഐഡിയാസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ട് INA ജോയിൻ ചെയ്ത ഒരാളാണ്. അറ്റ് ദ ഏജ് ഓഫ് 26 he was executed by the British government. അപ്പോ പക്ഷെ ഇത് അദ്ദേഹത്തെ 26-ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് തൂക്കിക്കൊല്ലുകയാണ് ഉണ്ടായത്. Okay, read the letter he sent home the night before the execution. അപ്പോൾ ഈ എക്സിക്യൂഷന് മുമ്പായിട്ട് ഈ മുഹമ്മദ് അബ്ദുൽ ഖാദർ, നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ എഴുതിയ ലെറ്റർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൈ ഡിയർ ഫാദർ, ഐ ആം ലിവിങ് യു ഫോർ എവർ. ഞാൻ നിങ്ങളെ വിട്ടു പിരിയുകയാണ്. മൈ ഡെത്ത് വിൽ ബി ബിഫോർ 6 in the morning tomorrow. അപ്പൊ നാളെ രാവിലെ 6 മണിക്ക് മുമ്പായിരിക്കും എന്റെ മരണം. When the clock strikes 12 tonight, it will be the death knell that marks the first moment of my last day. അപ്പോ ഈ ഇന്ന് രാത്രി 12 മണി അടിക്കാൻ പോകുമ്പോൾ എന്റെ ഈ മരണ ദിവസത്തിന് അരനിമിഷം കാണിക്കുന്ന ഒരു അടയാള ശബ്ദം സൂചിപ്പിക്കുവാൻ പോകുന്നു. അതായത് ഇത് ഈ 12 മണി അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ നാളെ എന്റെ മരണമാണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഓക്കെ എന്റെ ഈ ഒരു മരണം മണിയാണ് ഈ മുഴങ്ങുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. I will die between 5 and 6 a.m. on Friday, the 7th day of the Ramzan. അപ്പൊ റംസാൻ മാസം റംസാൻ മാസത്തിലെ 7-ാമത്തെ ദിവസമായ വെള്ളിയാഴ്ച 5 മണിക്കും 6 മണിക്കും ഇടയ്ക്കാണ് ഞാൻ മരിക്കുക. Respected father, doting Ummah, my most beloved brothers and sisters, I have no words of solace for you. I am leaving you all, don't mourn me. അപ്പോൾ എൻ്റെ സഹോദരിമാരെ എനിക്കാണെങ്കിൽ ഒരു ആശ്വാസവചനവും അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. ഞാൻ നിങ്ങളെ വിട്ടു പിരിയുകയാണ്. ഡോണ്ട് മോൺ മീ, അതായത് എന്നെ പറ്റി ദുഃഖിക്കരുത്. You will indeed be pleased when you come to know from the eyewitnesses how bravely, blissfully and peacefully I died. You would definitely be proud of me. ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടുകൂടിയുമാണ് ഈ മരിച്ചതെന്ന് നിങ്ങൾ ഒരവസരത്തിൽ ചില ദൃക്സാക്ഷികളിൽ നിന്നും അറിയുവാൻ ഇടയുണ്ടാവും. തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കാതിരിക്കത്തില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എൻ്റെ കാര്യത്തിൽ അഭിമാനം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ലെറ്റ് മീ കൺക്ലൂഡ് യുവർ ബിലവഡ് സൺ മുഹമ്മദ് അബ്ദുൽ ഖാദർ. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അബ്ദുൽ ഖാദർ, വക്കം അബ്ദുൽ ഖാദർ ഈ ഒരു ലെറ്റർ എഴുതുന്നത്. Vakam Abdul Qadir was one among the many martyrs of freedom struggle whose courage and patriotism continue to inspire us. അപ്പോൾ അബ്ദുൽ ഖാദറിനെ പോലുള്ള ധീര രക്തസാക്ഷികളാണ് ഇന്നും നമ്മുടെ സമൂഹത്തില് അത് അക്കാര്യത്തെ, അതായത് സ്വാതന്ത്ര്യ സമരത്തെ അല്ലെങ്കിൽ വിളിച്ചോതുന്നതും അല്ലെങ്കിൽ ഈ ദേശാഭിമാനവും എല്ലാം തന്നെ നമുക്ക് ആ ഒരു പാട്രിയോട്ടിസം, അപ്പോൾ നമ്മൾ ദേശാഭിമാനം എല്ലാം നമുക്ക് ഒരു ആവേശം പകരുന്ന ഒന്നാക്കി മാറ്റുന്നത്. The British suppressed INA's effort to attain freedom by means and armed struggle. അപ്പോൾ ഈ നമ്മുടെ ഈ യുദ്ധത്തിലൂടെ അല്ലെങ്കിൽ ഈ ആംസിലൂടെ അല്ലെങ്കിൽ ഈ ഇതുണ്ടല്ലോ ആയുധങ്ങളോട് കൂടെയുള്ള ഈ ഒരു യുദ്ധം INAയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ INA അതിലൂടെ സ്വാതന്ത്ര്യം നേടാൻ നോക്കിയത് ബ്രിട്ടീഷ് അതിനെ അടിച്ചമർത്തുകയുണ്ടായി. അതാണ് സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സുഭാഷ് ചന്ദ്രബോസും INAയും അതുപോലെ തന്നെ INA കേരള ആൻഡ് അബ്ദുൽ ഖാദർ. ഇത്രയും മാത്രം നിങ്ങൾ നോക്കുക. ജസ്റ്റ് കഥ പോലെ ഓർത്തിരിക്കുക, എഴുതുക, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ പ്രയാസം കാണത്തില്ല. സംശയമുണ്ടോ? എന്തായാലും ഇതെന്ന് പറയുന്നത് അജിറ്റേഷൻസും മെത്തേഡ്സും അവരെന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്തതെന്നുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. മുഹമ്മദ് അലി ജിന്ന ആൻഡ് പാകിസ്ഥാൻ ഡിമാൻഡ്. ഓക്കെ, ഇവിടെ നമ്മൾ അടുത്ത ഇഷ്യൂലോട്ട് വരുന്നത് ജിന്നയും പാകിസ്ഥാനും.
We have earlier discussed the formation of All India Muslim League. നമ്മൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 4ാമത്തെ ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു. A session of the Muslim League was held at Lahore in 1940. അപ്പോൾ 1940 ലാഹോർ എല്ലാം ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ലാഹോറിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. The session put forward the demand for the formation of Pakistan incorporating the regions having Muslim majority. അപ്പോൾ ഈ ഒരു മീറ്റിംഗിലൂടെ ഈ മുസ്ലിം മെജോറിറ്റി അല്ലെങ്കിൽ മുസ്ലിംസിന് പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള ഒരു ഇത് വേണം എന്നായിരുന്നു നമ്മുടെ ഈ ഒരു മീറ്റിംഗിന്റെ അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ ഒരു മീറ്റിംഗിലൂടെ അവര് പ്ലാൻ ചെയ്തത്. Muhammad Ali Jinnah argued that the Muslim League is the sole organization that represented the Muslims in India and hence deserved consideration akin to that provided to the Indian National Congress. അപ്പോൾ ഈ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ നമ്മുടെ ഈ മുസ്ലിം ലീഗ് ആയിരുന്നു നമ്മുടെ ഈ ഒരേ ഒരു സംഘടന, മുസ്ലിംസിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരേ ഒരു സംഘടന നമ്മുടെ മുസ്ലിം ലീഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് നൽകുന്നത് പോലെയുള്ള അതേ പരിഗണന മുസ്ലിം ലീഗിന് നൽകണമെന്ന് നമ്മുടെ ജിന്ന ആവശ്യപ്പെടുകയുണ്ടായി. The British government encouraged the activities of the Muslim League as part of the divide and rule policy. അപ്പോൾ ഈ നമ്മുടെ ബ്രിട്ടീഷ് എന്ത് ചെയ്തു, അപ്പോൾ ആവശ്യപ്പെട്ടത് നമ്മളെ വിഭജിപ്പിക്കുക, അതായത് ഇന്ത്യ പാകിസ്ഥാനായിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഭരിക്കുക. അപ്പോൾ അതങ്ങനെ ചെയ്തപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇത് നമ്മുടെ ഈ ബ്രിട്ടീഷും ഈ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്നുള്ള ആ ഒരു ഇത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ആ ഒരു തന്ത്രത്തില് ഇത് നമ്മുടെ അപ്പൊ ബ്രിട്ടീഷ് വിചാരിച്ചു അവരുടെ ഭിന്നിപ്പിച്ചിട്ട് ഇവരെ വീണ്ടും കുറെ കാലം അവർക്ക് തന്നെ ഭരിക്കാം എന്നുള്ള ആ ഒരു തോട്ടില് നമ്മുടെ ബ്രിട്ടീഷ് എന്ത് ചെയ്തു, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി അംഗീകരിക്കുകയാണ് ചെയ്തത്. Lord Mountbatten, who was appointed the new viceroy, worked out a compromise after lengthy discussion with the leaders of Indian National Congress and All India Muslim League. അപ്പോൾ ഈ നമ്മുടെ ലോർഡ് മൗണ്ട് ബാറ്റൺ എന്ത് ചെയ്തു, പുതിയ വൈസ്രോയ് ആയിട്ട് ചാർജ് എടുത്ത മൗണ്ട് ബാറ്റൺ എന്ത് ചെയ്തു, പുള്ളിക്കാരൻ ഈ ഒരു കോൺഗ്രസിന്റെയും ഈ മുസ്ലിം ലീഗിന്റെയും നേതാക്കളുമായിട്ട് നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ട് ഒത്തുതീർപ്പിനുള്ള ഒരു പോംവഴി കണ്ടെത്തുകയാണ് ചെയ്തത്. He declared that British India was to be partitioned and new state of Pakistan was to be created along with free India. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരുന്നതിനോടൊപ്പം ഈ ഒരു നമ്മുടെ പാകിസ്ഥാനും പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്യാനുള്ള അനുമതി അവര് കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിന്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു ടൈമത്തിൽ വിഭജനത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ പാർട്ടിസിപ്പേഷൻ മുസ്ലിമിന് വേണമെന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത് എല്ലാം ഇന്ത്യക്കാർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പുതിയൊരു സ്റ്റേറ്റ് വേണം, അല്ലെ പുതിയൊരു കൺട്രി, പുതിയൊരു രാജ്യം വേണമെന്ന് പറഞ്ഞ് അവരെ സെപ്പറേറ്റ് ആയിട്ട് പാകിസ്ഥാനിലേക്ക് പോവുകയാണ് ചെയ്തത്, അല്ലെ പാകിസ്ഥാൻ ഡിവൈഡ് ചെയ്യുകയാണ് ഉണ്ടായത്. The Indian freedom movement is an unparalleled mass movement in history. അപ്പോൾ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് ഒരു അൺപാരലൽ, അതായത് ഒരിക്കലും നമുക്കൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സമരമായിരുന്നു ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഗാന്ധിജി കുഡ് യുണൈറ്റ് ഡിഫറെന്റ് സെഷൻസ് ഓഫ് ഇന്ത്യൻസ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. അപ്പോൾ ഗാന്ധിജിക്കാണെങ്കിൽ പല സെഷൻസ്, ഇന്ത്യയിലുള്ള പല സെഷൻസിലുള്ള ആൾക്കാരെയും ഒരുമിപ്പിച്ച് ഈ ബ്രിട്ടീഷിനെതിരായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. വിത്ത് ദ പീസ്ഫുൾ അജിറ്റേഷൻസ് ബേസ്ഡ് ഓൺ ദ ഐഡിയൽസ് ഓഫ് ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്, Gandhiji's leadership was able to uproot the British rule that lasted for many years. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗാന്ധിജിക്കാണെങ്കിൽ ഇവരെല്ലാം ഒന്നിച്ചു നിർത്താൻ കഴിഞ്ഞു. അത് മാത്രമല്ല ഇത് ഈ അഹിംസ, നോൺ വയലൻസ്, അല്ലെ പീസ്ഫുൾ അജിറ്റേഷൻ, സമാധാനപരമായിട്ടുള്ള വർഷങ്ങൾ നീണ്ട ആ ഒരു സമരമുറകളിലൂടെ ബ്രിട്ടീഷിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനായിട്ട് സാധിച്ചു. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കാനായിട്ട് നമ്മുടെ ഗാന്ധിജിക്കും അതുപോലുള്ള ഗാന്ധിജിയുടെ ലീഡർഷിപ്പിലുള്ള ആ ഒരു
ഈ നോൺ വയലൻസ് അല്ലെ പീസ്ഫുൾ അജിറ്റേഷൻസ് നടത്തിയവർക്ക് സാധിക്കുക ഉണ്ടായി. അതാണ് സംഭവം. അപ്പോൾ നമ്മുടെ ഇതിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം, അപ്പോ നമ്മുടെ റൂൾ ആൻഡ് ഡിവൈഡ് എന്ന പോളിസി ബ്രിട്ടീഷ് അംഗീകരിച്ചു. മുസ്ലിം ലീഗിന്റെ ആവശ്യപ്രകാരം അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കുകയുണ്ടായി. എന്താ, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കൺട്രി തന്നെ അവർക്ക് വിഭജിച്ച് കൊടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും പാകിസ്ഥാനിനും അങ്ങനെ ഒരു ജിന്നയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ അവിടെ റൂൾ ചെയ്യാൻ തുടങ്ങി. ഇവിടെ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനോടൊപ്പം തന്നെ അവർക്കും ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിക്കുകയായിരുന്നു. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള സമരമുറകൾ അല്ലെങ്കിൽ ഇത്തരത്തില് ഇത് സമാധാനപരമായിട്ടുള്ള ആ ഒരു സമരമുറകൾ അവിടെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഡൗട്ടുണ്ടോ? മുസ്ലിങ്ങളെ മേജോറിറ്റിക്കും വേണ്ടിയിട്ടാണ് ഈ പാകിസ്ഥാനെ വിഭജിച്ചല്ലേ? കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞാൽ തുടക്കം എന്താ പറയുന്നത്? മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാകിസ്ഥാൻ അങ്ങ് മാറിയതല്ലേ? അതായത് മുസ്ലിംസിന് ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ റെപ്രസെന്റേഷൻ ഒന്നും കിട്ടത്തില്ല എന്നുള്ള ആ ഒരു ഇതിലാണ് അവര് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതായത് മുസ്ലിമിന് സെപ്പറേറ്റ് ആ ഒരു രാജ്യം വേണം എന്നുള്ള രീതിയിലാണ് അവർ പാകിസ്ഥാൻ അവര് അത് ആവശ്യപ്പെട്ടത്. ലാഹോറും മുൾട്ടാനും ഒക്കെ ഇന്ത്യയുടെ ഭാഗം തന്നെ അല്ലേ? ലാഹോർ ഇന്ത്യയുടെ ഭാഗം, പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിരിക്കുമായിരുന്നു. സാറി ഫ്രീഡം കിട്ടാറായപ്പോഴാണ് ഈ പാകിസ്ഥാൻ ഉണ്ടായത് അല്ലേ? ഫ്രീഡം കിട്ടാതായപ്പോഴാണ് ഫ്രീഡം ഇന്ത്യക്ക് ഫ്രീഡം കൊടുക്കാന്നുള്ള തീരുമാനമായി. അതായത് ഇന്ത്യക്ക് ഇത് സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചു. കാര്യം ഈ സമരമുറകളൊന്നും അവർക്ക് പിന്നെ പിടിച്ചിരിക്കാൻ പറ്റിയില്ല. കാരണം ഇത് ആയുധം കൊണ്ടുള്ള സമരമുറകളാണെങ്കിൽ അവർക്ക് അടിച്ചമർത്താൻ പറ്റിയിരുന്നു. പക്ഷെ ഈ സമാധാനപരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഒന്നടങ്കമാവും. അവർക്ക് ഒരു കാരണവശാലും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അവർ സമരത്തിലൂടെയാണ് നേടിയെടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം കൊടുക്കാനായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങിലും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ ഭരണം എങ്ങനെ നടത്തണം എന്നുള്ള അതൊരു വലിയ പ്രോസസ് അല്ലേ. പെട്ടെന്ന് ഒരാൾക്ക് കയറി ആർക്കെങ്കിലും കയറി ഭരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രോസസ്സില് ഇവർക്ക് തോന്നി, മുസ്ലിംസിന് തോന്നി, അതായത് ജിന്നയ്ക്ക്, പ്രത്യേകിച്ച് ജിന്നയ്ക്ക് തോന്നി ഇത് മുസ്ലിംസിന് അത്രയും പ്രാധാന്യം ഇവർ കൊടുക്കാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ അത് പല ചർച്ചകളും എല്ലാം നടത്താൻ എങ്ങനെയൊക്കെ ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചിട്ടും ജിന്നയ്ക്കാണെങ്കിൽ അത് സമ്മതിച്ചില്ലായിരുന്നു. അപ്പൊ ജിന്നയ്ക്ക് ഒറ്റ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നുകിൽ ആ ഒരു ഏറ്റവും ടോപ്പ് പൊസിഷൻസ് അത്രയും മുസ്ലിംസിന് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് പുതിയ രാജ്യം അല്ലെങ്കിൽ പുതിയ സ്റ്റേറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ വിചാരിച്ചു, പിന്നെ അത് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവണ്ട എന്നുള്ള രീതിയിലാണ് ബ്രിട്ടീഷ് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ബ്രിട്ടീഷ് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ആ ഒരു പോളിസിയിലെത്തി. അപ്പോ ഇവരെ ഡിവൈഡ് ചെയ്തിട്ട് ഇന്ത്യക്ക് ഇന്ത്യയുടേതായത്, പാകിസ്ഥാന്റേതായ ആ ഒരു രീതിയിലോട്ട് വിട്ടു. അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. സിമ്പിൾ. മുഹമ്മദ് അലി ജിന്നയല്ലേ ഈ പാകിസ്ഥാനെ ഫസ്റ്റ് പ്രസിഡന്റ്? അതെ അതെ, അതാ പറഞ്ഞടാ, അങ്ങേർക്ക് പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ കളിച്ച കളിയാ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതാ സത്യം. ഓക്കെ, അങ്ങനെ നമ്മൾ ലാസ്റ്റ് പോർഷനിലേക്ക് പോകാൻ പോവുകയാണ്. ഇതിൽ ഡൗട്ട് ഉണ്ടോ? സാർ ഫസ്റ്റ് പ്രസിഡന്റ് ആയിരുന്ന പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മുഹമ്മദ് അലി ജിന്ന? ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ്, ഇതിൽ ഫസ്റ്റ് പ്രസിഡന്റ് ആണ്. മുഹമ്മദ് അലി ജിന്ന. ഞാനെന്താ നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. പ്രസിഡന്റ് ആടാ, പ്രസിഡന്റ് തന്നെ, പ്രൈം മിനിസ്റ്റർ അല്ല, പ്രസിഡന്റ്. അപ്പോ അടുത്ത പോർഷനിലേക്ക് പോവാം.
നോക്കാം സാർ. The dawn of freedom. അപ്പോ ഫ്രീഡത്തിലേക്ക്. On the midnight of 14th August 1947, Jawaharlal Nehru announced, long year ago we made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure but very substantially. അപ്പോൾ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നെഹ്റു പ്രഖ്യാപിച്ചു, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഒരു വിധിയുമായിട്ട് നമ്മളൊരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ ഇത് നമുക്ക് ഒരു സ്വതന്ത്രമായിട്ടൊരു രാജ്യം കിട്ടുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്വാതന്ത്ര്യം കിട്ടുകയാണ്, നമ്മുടേതായ രാജ്യം ഫോം ചെയ്യുകയാണ് എന്നുള്ള ഒരു അനൗൺസ്മെന്റ് പുള്ളിക്കാരൻ നടത്തി. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദ മിഡ് നൈറ്റ് അവേഴ്സ് വെൻ ദ വേൾഡ് സ്ലീപ്സ് ഇന്ത്യ വിൽ അവേക്ക് ടു ലൈഫ് ആൻഡ് ഫ്രീഡം. അപ്പോൾ ഇന്ത്യക്കാണെങ്കിൽ ആ രാത്രിയിൽ എല്ലാവർക്കും എല്ലാവരും ഉറങ്ങുകയായിരിക്കും, പക്ഷെ നമുക്ക് ഇന്ത്യക്ക് എന്ന് പറയുന്നത് അതൊരു പുതിയ ജീവൻ നൽകുന്നതിന് തുല്യമായിരുന്നു, അല്ലെങ്കിൽ പുതിയൊരു സ്റ്റാർട്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു തുടക്കമായിരുന്നു. A moment comes which comes but rarely in history, when we step out from the old to the new, when an age ends and when the soul of a nation long suppressed find utterance. അപ്പോൾ നമ്മുടെ ഇത് നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷിന്റെ അണ്ടറിലായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ സപ്രഷനും എല്ലാം അനുഭവിച്ച് തന്നെയായിരുന്നു, അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാജ്യം തന്നെയായിരുന്നു. പക്ഷേ അത് ഇന്ന് രാത്രിയോടുകൂടെ തന്നെ നമ്മൾ അതിന്റെ ആ ഒരു ശബ്ദം ഉയർത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു പഴയതിൽ നിന്ന് പുതിയൊരു രാജ്യമായിട്ട് മാറുകയാണ്, പുതിയൊരു സെറ്റപ്പായിട്ട് മാറുകയാണ്. ആ ഒരു മാറ്റം ഇതിന്റെ എല്ലാം ഈ പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്നുള്ള കാര്യം പറയുകയാണ്. ഇറ്റ് ഈസ് ഫിറ്റിംഗ് ദാറ്റ് അറ്റ് ദിസ് സോളം മൊമെന്റ് വി ടേക്ക് ദ പ്ലെഡ്ജ് ഓഫ് dedication to the service of India and her people and to still large cause of humanity. അപ്പോൾ നമ്മൾ ഈ ഒരു അപൂർവ നിമിഷത്തില് ഇന്ത്യയിലുള്ള ഈ ജനങ്ങളും, അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യരാശിയും എല്ലാരും തന്നെ ഈ നമുക്ക് ഒരുമിച്ച് സേവനത്തിനായിട്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് നമുക്ക് മുന്നേറാം, അല്ലെങ്കിൽ ഒരുമിച്ച് നമുക്ക് പരസ്പരം നല്ല രീതിയിൽ കൈകോർത്ത് പിടിച്ച് നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു ഹ്യൂമാനിറ്റി, അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ട് നമ്മൾ അത് മുന്നോട്ട് പോവാം എന്ന് ആണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു പറയുന്നത്. ജവഹർലാൽ നെഹ്റു became the first prime minister of free India on 15th August 1947. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പൊ അതാണ് നമ്മുടെ ആ ഒരു പുതിയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പുതിയ ആ ഒരു വഴിത്തിരിവ്, അല്ലെങ്കിൽ പുതിയ ആ ഒരു ഡേ, അതിനെ പറ്റി പറയുകയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇവിടെ. അങ്ങനെ ഈ പാഠം തീർന്നു. അങ്ങനെ ഇതിന്റെ സമ്മറി ഇവിടെ നമുക്ക് നോക്കാം. വൈഷ്ണവി പറഞ്ഞു. ക്ലാസ്സിലെ വേറെ ഒരു സെന്ററിലായിരിക്കുന്നത് ആര്? എന്റെ അപരനാമത്തിൽ വന്നു. The third phase of Indian national movement 1919 to 1947 is called Gandhian period. അപ്പോൾ Gandhian period 1919 to 1947 എന്ന് പറയുന്നത്. Leadership of Gandhiji played an important role in converting the Indian national movement into a mass movement. അപ്പോൾ ഈ നമ്മുടെ ഗാന്ധിജിയുടെ ആ ഒരു റോൾ, അല്ലെങ്കിൽ ഗാന്ധിജി ഒരു പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഈ ഒരു മൂവ്മെന്റിനെ, ഒരു ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെ, അല്ലെങ്കിൽ ഒരു മാസ് മൂവ്മെന്റ്, അതായത് ഇന്ത്യ ഫുൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാന്ധിജി നല്ലൊരു പ്ലേ നടത്തിയിരുന്നു. ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് വേർ ദ ബേസിക് ഐഡിയൽസ് ഓഫ് ഗാന്ധിയൻ മൂവ്മെന്റ്. അപ്പൊ ഗാന്ധിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് സത്യവും അഹിംസയും. Non-cooperation movement, civil disobedience movement and Quit India movement were the major mass movement organized by Indian National Congress under the leadership of Gandhi. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന സമരമുറകളാണ് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റും ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും എല്ലാം.
In Kerala, the Vaikam Satyagraha and the Guruvayur Satyagraha were organized as a part of eradication of untouchability. അപ്പോൾ വൈക്കം സത്യാഗ്രഹിയും ഗുരുവായൂർ സത്യാഗ്രഹിയും എല്ലാം ഈ അൺടച്ചബിലിറ്റിയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു സമരമുറ തന്നെയായിരുന്നു. The Indian national movement featured several strategies which differed from that of Gandhian movement. അപ്പോൾ ഇത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, അപ്പോൾ അതില് ഗാന്ധിജിയുടെ മൂവ്മെന്റിൽ നിന്നും പല വ്യത്യാസങ്ങൾ വരുത്തിയാണ് അവരുടെ ആ ഒരു ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് നടന്നിരുന്നത്. Under the leadership of INA, Subhash Chandra Bose organized several activities with the aim of achieve freedom by means of armed struggle. അപ്പോൾ ആയുധങ്ങൾ കൊണ്ട് തന്നെ പല സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിരുന്നു നമ്മുടെ INA-യുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ സുഭാഷിന്റെ നേതൃത്വത്തിലുള്ള INA ശ്രമിച്ചിരുന്നത്. India won freedom on 15th August 1947 and British India was divided into India and Pakistan. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പാഠം എന്ന് പറയുന്നത്. സാർ കറക്റ്റ് ഒരു ഫ്രീഡം കിട്ടിയതെന്ന് പറയുന്നത് 15th ഓഗസ്റ്റിന് തന്നെ അല്ലേ? അതെ. ഓക്കെ. അപ്പോഴേ ഈ സ്വാതന്ത്ര്യം കിട്ടിയ ബ്രിട്ടീഷുകാർ പറയൂ നമ്മൾ ഇവിടുന്ന് പോവേണെന്നൊക്കെ?